20കളിൽ തന്നെ അംബേദ്കർ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ബ്രാഹ്മണാദികൾ മൊണോപ്പളൈസ് ചെയ്തിരിക്കുകയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ, അവർ അബ്യൂസ് ചെയ്യാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഫോർ ദെയർ ഓൺ ഗെയിൻ ആൻഡ് ടു ഡിനൈ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ജസ്റ്റിസ്, ഈക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ് ടു ദ റെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. എന്നിട്ട് 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നൊരു പ്രസംഗം ചെയ്യുന്നു, രണ്ടാമതൊരു മെമ്മറാൻഡം കൊടുക്കുന്നു, 8 കണ്ടീഷൻസ് ഫോർ ഡിപ്രസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാന്റാസ്റ്റിക് ഡോക്യുമെന്റ്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഡോക്യുമെൻ്റ്. അതാണ് അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ പഠിപ്പിക്കുന്ന പോലുമില്ല. അതാണ് റിയൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർമൽ ഗവൺമെൻറ്റൽ ഡിസ്കഷനിൽ അംബേദ്കർ വെക്കുന്ന 8 സേഫ് ഗാർഡ്സ് ഫോർ ദി ഡിപ്രസ് ക്ലാസ്സസ് ആണ്. അതിൽ ഈ സ്പീച്ചിൽ അംബേദ്കർ പറയുന്നത് എല്ലാവരും വി ആർ ഹിയർ ഫ്രം ഇന്ത്യ ടു ഡിമാൻഡ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഇലക്റ്റഡ് ഗവൺമെൻറ്, അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസ് ഹാവ് അനദർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡ്, വി വോണ്ട് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. That has been completely buried and suppressed for 100 years, our demand. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അംബേദ്കർ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത് ഈ 4th and 5th സേഫ് ഗാർഡിലാണ് കൺസെപ്ച്വലൈസ് ചെയ്യുന്നത്. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയിലും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ്, ക്ലാസ്സസ് എന്നല്ല, ബാക്ക്വേർഡ് എന്നല്ല, ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണമെന്നാണ്. അപ്പോൾ ഇവിടെയാണ് ജാതി പോകുമ്പോൾ ബാക്കി പിന്നെ നമ്മൾ ആരാണ്? നമ്മൾ സമുദായങ്ങളാണ്. ഉദയം, ഒരു കോസിൽ നിന്നും യുണൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് സമുദായം എന്ന് പറയുന്നത്. നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻ ആയാലും, ഈഴവയായാലും, വിശ്വകർമ്മയായാലും, എഴുത്തച്ഛനായാലും, വിമൻ ആയാലും, ഇതെല്ലാം ജേർണലിസ്റ്റ് ആയാലും, ഇതെല്ലാം സമുദായങ്ങളാണ്. ഒരു കോസിൽ നിന്ന്. അപ്പം നമ്മളെല്ലാവരും പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്, ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ ഗുരു പറയുന്ന ജാതിയില്ല, സമുദായങ്ങളാണ്, നമ്മൾ ജാതികളല്ല. ഈ ബ്രാഹ്മണാദികൾ ഇവർക്ക് ഇത് ജാതികളാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അവർ ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് സനാതനിസ്റ്റ് ആണെങ്കിൽ അവരത് വിശ്വസിക്കും. നമ്മൾ മൃതവസ്തുക്കളാണ്, അവർക്ക് ജാതി, അവരുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ജാതികളല്ല. ഇത് ഗുരു പറഞ്ഞു, ഇത് കോപ്പിന, ആരും വിശ്വസിക്കാത്തൊരു കാര്യമാണ്, അവർ മാത്രം വിശ്വസിക്കുക. അപ്പം നമുക്ക് ജാതിയില്ല, ഒരു ജാതിയേ ഉള്ളൂ, ജാതി ഭേദമില്ല, നമുക്ക് സമുദായങ്ങളാണ് ഉള്ളത്. ആ സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന് സഹകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അംബേദ്കറും പറയുന്നത് പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണം എന്നാണ്. എല്ലാ സമുദായങ്ങൾ സെൽഫ് ഫോംഡ് ആണ്, ഒരു ഡെമോക്രാറ്റിക് ക്ലെയിമാണ്. ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം, ഞങ്ങൾക്ക് പ്രൊപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ തരണം. അതിന് ഈ ഓളിഗാർക്കി എതിരാണ്.